ബിരിയാണി കഴിക്കാം. പക്ഷെ ബിരിയാണി അല്ല, ഞങ്ങൾ മന്തിയാണ് കൊണ്ടുവന്നേക്കുന്നത്. ആദ്യമായിട്ട് ഞങ്ങൾ കഴിക്കുന്ന ആദ്യമായിട്ടാണ്. അതിൽ ആധുനികതയുടെ ലോകത്തിലേക്ക് ഒരു പോകുന്നില്ലെന്നാണ് ഈ മന്തി നിന്നുള്ള സിനിമ ഇല്ലെന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോണിലല്ലേ ഇവർ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ നീ ഒരു പെൺകുച്ചിട്ട് ഭയങ്കര ഇഷ്ടത്തില്ല. ഓക്കെ, ഒരു ദിവസം നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുക, ഒരു ദിവസം പെട്ടെന്ന് അറിയുന്നത് നിന്റെ സഹോദരിയാ പണ്ട് എപ്പോഴോ കളഞ്ഞു പോയതാ. എല്ലാവർക്കും നമസ്കാരം. അഭിലാഷ് പ്ലാവടിയിൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അത് രണ്ട് സഹോദരങ്ങൾ തമ്മിൽ ഒരുപാട് വീഡിയോസ് ഇടാറുണ്ട്, കനാൽ ബേസ് ചെയ്തും അങ്ങനെയൊക്കെയാണ് അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഞാൻ ഇതുവരെ അവരെ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ വെറൈറ്റി മീഡിയയിൽ ഒരു ഇന്റർവ്യൂ വന്നതിനെ തുടർന്നാണ് ഞാൻ ഇവരെ ആദ്യമായി കാണുന്നത്. കണ്ട സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചു കൊച്ചു കാര്യങ്ങളും, അവർ തണ്ണിമത്തം കഴിക്കുന്നതും, അങ്ങനെ ഒരുപാട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു റീൽസ്, ബർത്ത്ഡേ വിഷസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഓരോ വീഡിയോസിൽ അവർ ചെയ്തു വിടുന്നത്. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് നമുക്ക് ഉള്ളിലെന്നൊരു ഫീലിങ്സ്, ഒരു സന്തോഷമൊക്കെ ഉണ്ടാവത്തില്ലേ, ആ ഒരു ഫീലിങ്സ് ആണ് എനിക്ക് അവരുടെ വീഡിയോസ് കണ്ട സമയത്ത് ഉണ്ടായത്. വെറൈറ്റി മീഡിയയിൽ അവരുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഏറ്റവും കൂടുതൽ അത് വിഷമമല്ല ഉണ്ടായത്. ആ ഒരു ക്ലിപ്പ് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഉണ്ടായത്. ഞാൻ ആ ഒരു ക്ലിപ്പ് ഇവിടെ ഒന്ന് കൊടുക്കാം. ബിരിയാണി കഴിക്കാം. പക്ഷെ ബിരിയാണി അല്ല, ഞങ്ങൾ മന്തിയാണ് കൊണ്ടുവന്നേക്കുന്നത്. ആദ്യമായിട്ട് ഞങ്ങൾ കഴിക്കുന്ന ആദ്യമായിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. മന്തി ആദ്യമായിട്ടാണോ കഴിക്കണേ? ഞങ്ങൾ ആദ്യമായിട്ടാണ് മന്തി. ഞങ്ങളത് തിയേറ്ററും പോയിട്ടില്ല. അതെ, തിയേറ്ററിൽ പോയിട്ടില്ല ഇതുവരെ. തിയേറ്ററിൽ പോയിട്ടില്ല, മന്തി കഴിച്ചിട്ടില്ല, വേറെ എന്തൊക്കെ ചെയ്തിട്ടില്ല? ട്രെയിനിൽ കയറിയിട്ടില്ല, ട്രെയിനിൽ കയറിയിട്ടില്ല, പിന്നെ വിമാനത്തിൽ തന്നെ എല്ലാരും കയറുന്നില്ലല്ലോ. ട്രെയിനിൽ കയറിയിട്ടില്ല. ട്രിപ്പൊക്കെ പോയിട്ടുണ്ടോ? ആ, ട്രിപ്പൊക്കെ എന്ന് പറയുമ്പോ എവിടെയെങ്കിലും കല്യാണം എന്തെങ്കിലുമൊക്കെ വരുമ്പോ പോയിട്ടില്ല. അല്ലാണ്ട് നമ്മള് ടൂറ് ഫ്രണ്ട്സ് ആയിട്ട് ഇപ്പൊ ഇല്ലില്ല, മണാലി അവിടെ ഇവിടെ ഇവരുടെ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് സത്യമായ കണ്ണും നിറഞ്ഞു. അതുപോലെ ഒരുപാട് സന്തോഷവും എനിക്ക് തോന്നി. എന്തോ എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ആണ്, എനിക്ക് മിക്സഡ് ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഉണ്ടായത്. സത്യം പറഞ്ഞാൽ നല്ല രണ്ട് പയ്യന്മാർ അന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് മന്തി അവർക്ക് മസ്താനി കൊണ്ടുവന്നു എന്ന് പറഞ്ഞ സമയത്ത് അവർ പറയുകയാണ്, ആദ്യമായിട്ടാണ് ഞങ്ങൾ മന്തി കഴിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എന്തോ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. നമ്മളൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ മന്തിയും അതും ഇതും ചപ്പും ചവറും കഴിക്കാത്ത സാധനങ്ങളൊന്നുമില്ല. ആ ലെവലിൽ കഴിച്ചിട്ടുണ്ട്. എത്രയോ ഭാഗ്യവാന്മാരെന്ന് ചിന്തിച്ചു. നമ്മളെ തന്നെ ആ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ എന്തൊക്കെ സാധനങ്ങൾ കഴിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലും ഇതൊന്നും കഴിക്കാത്ത പയ്യന്മാരുണ്ട് എന്നുള്ളൊരു ചിന്ത എനിക്ക് എവിടെയൊക്കെ പോയി, എവിടെയൊക്കെ കുറച്ച് കുറച്ച് വിഷമങ്ങളും എന്നാൽ ഒരുപാട് സന്തോഷവും കാര്യങ്ങളൊക്കെ വന്നു. ഓക്കെ, മിക്സഡിൽ ആ ഒരു വിഷയം പോയി. ഇവരുടെ മറ്റൊരു വീഡിയോ ഞാൻ കൊടുക്കാം, KFC കഴിക്കുന്ന ഒരു വീഡിയോ. പക്ഷെ ഇതിന് ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതാണ് മെയിൻ സാധനം. KFC കഴിക്കുന്നതാണ്. ഹലോ ഗായ്, KFC. അപ്പൊ നമ്മള് KFC ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ കഴിക്കുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും. അപ്പൊ നമ്മള് KFC കഴിക്കുകയാണ്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗായ്സ്. അപ്പൊ ഗായ്സ്, നമ്മള് KFC കഴിക്കുവാണ്. എങ്ങനെയാണെന്ന് അറിയില്ല, ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. എങ്ങനെയുണ്ട്? അടിപൊളി. സാധാരണ കഴിക്കുന്ന ചിക്കൻ പോലെയാണ്. കുഴിമന്തിനെ വെച്ച് നോക്കുമ്പോ എങ്ങനെയുണ്ട്? അങ്ങനെ പറയാൻ പറ്റണില്ല, അറിയാൻ തന്നെ. എന്നാലും ഞങ്ങൾ ആദ്യമായിട്ടാണ് KFC കഴിക്കുന്നത്. KFCയും കുഴിമന്തിയും ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ ഇവര് KFCയും കുഴിമന്തിയും ഒക്കെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇതിപ്പോ ആരോ മേടിച്ചു കൊടുത്തേണ്. ഏതോ മീഡിയക്കാരെന്തോ ഇവരുടെ ബൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വന്നപ്പോൾ, അല്ലെങ്കിൽ ഇന്റർവ്യൂ എടുക്കാൻ വന്ന സമയത്ത് മേടിച്ചു കൊടുത്തിട്ടുള്ളതാണ്. 24 ന്യൂസ് അടക്കം വന്നിട്ട് ഇവരുടെ ബൈറ്റുകളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് മീഡിയ ചാനൽ വന്നിട്ടുണ്ട്, ഇന്റർവ്യൂ അതും ഇതൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവരെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. വന്നവരെല്ലാവരും അവർക്ക് ഇതുപോലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവർ വൈറലാവുന്നത് തന്നെ റീൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ്. പ്രത്യേകിച്ച് ഒരു കനാൽ ബേസിൽ നിന്നിട്ട് വെള്ളമില്ലാത്ത കനാല്, അവിടെ വെള്ളം വന്നു ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് വീഡിയോസ് ഇവരുടെ ചാനലുണ്ട്. ഞാൻ എല്ലാം ഇവിടെ കൊടുക്കാൻ വന്നു കഴിഞ്ഞാൽ തീരത്തില്ല. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ് വേറൊരു ടോണിലോട്ട് ഈ സാധനം പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പോ തന്നെ ചൊറിഞ്ഞു വന്നിട്ട് 10 പറയണമെന്ന് തോന്നി. അൽത്താഫിനെ അറിയായിരിക്കുമല്ലോ, അൽത്താഫ് വ്ലോഗ്സ്. ഇവർക്കെതിരെ ഒരു വീഡിയോ ഇട്ട്. ഞാനും ഈ പറയുന്ന പോലെ വല്ലപ്പോഴൊക്കെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് വിമർശനം എന്ന് പറയുന്നത് എനിക്കൊരു വീക്ക്നെസ് ആണ്. തെറ്റ് കണ്ടാൽ ചൂണ്ടി കാണിക്കും. പക്ഷെ അതുപോലെ തന്നെ നല്ലത് കണ്ട അത് നല്ലതാണെന്ന് പറയും. അല്ലാണ്ട് എല്ലാത്തിലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ഒരുത്തനല്ല ഞാൻ. അതുപോലെ തന്നെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ ഇവനെ പോലെ ഉള്ളവന്മാര് നല്ലത് കണ്ടാൽ അതിന്റെ ഇടയിൽ കയറി കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു ടൈപ്പ്
ടീമാണെന്നാണ് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് നിന്നെ എനിക്ക് മനസ്സിലായി അൽത്താഫെ. കണ്ടപ്പോൾ നിന്നെ 10 പറയണമെന്ന് തോന്നി. നീ അമ്മാതിരി രീതിയിലുള്ള സാധനമാണ് അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. എന്തായാലും അഭിലാഷിന്റെ അനിയനും കൂടി ആ മന്തി കഴിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, മസ്താനി വന്നിട്ട് നിങ്ങൾക്ക് മന്തി കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് എന്നുള്ളൊരു സാധനം പറഞ്ഞല്ലോ, ആ സാധനത്തിനെ എടുത്തു വെച്ചിട്ട് ഇവൻ കൊണയടിക്കുന്നുണ്ട്. ഞാൻ അതൊന്ന് കൊടുക്കാം. ഈ സുഹൃത്തുക്കൾ ഇന്റർവ്യൂ കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. മാത്രമല്ല, സമൂഹത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ നിൽക്കും. പക്ഷെ അങ്ങനെ പറയാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് എന്റെ ഒപ്പീനിയൻ, എന്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് രേഖപ്പെടുത്താൻ തന്തയ്ക്ക് വിളിക്കാൻ, തള്ളയ്ക്ക് വിളിക്കാൻ പൂർണ്ണ അവകാശം. അത് കൊള്ളാലോടാ, നിന്റെ തന്തയ്ക്ക് വിളിക്കാനും തള്ളയ്ക്ക് വിളിക്കാനും നീ പൂർണ്ണ അവകാശം കൊടുത്തിട്ടായിരിക്കുന്നത്. ആരാടാ നീ? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിന്നെ പോലെ ഒരുത്തനെ കാണുന്നത്, വേറൊന്നുമല്ലടാ. എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ കുരുവൊട്ടുന്നത് നമ്മളെ അപ്പനെ അമ്മയെ ആരെങ്കിലും തെറി വിളിക്കുമ്പോൾ. തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിടത്തില്ല. അത് മാത്രം നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമ്മളെ തെറി വിളിച്ചാൽ ഞാൻ അങ്ങ് വിടും, പോട്ട് പുല്ല്, ഞാനൊക്കെ എന്തെങ്കിലും കിടന്ന് കുറയ്ക്കട്ടെ. പക്ഷെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ടുള്ള ഒരുത്തനെ ഇന്നവരെ വിട്ട ചരിത്രവും ഇല്ല. അതാണ് നമ്മുടെയൊക്കെ പോളിസി. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഉണ്ട്. തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചാൽ കൊടുത്തിട്ടേ വിടത്തുള്ളൂ. പക്ഷെ ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ ഒരുത്തനെ കാണുന്നത്. നിങ്ങൾ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കി വന്നിരുന്നു. ആ ഒരു സെറ്റപ്പിൽ പറയുന്ന ഒരുത്തനെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നടാ. നീ സൂപ്പറാടാ. ഇവർ പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട്, ഞങ്ങൾ മന്തി ഇതുവരെ കഴിച്ചിട്ടില്ല, ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടില്ല, അതേപോലെ സിനിമ കണ്ടിട്ടില്ല. ഇതിൽ ഒരു വ്യക്തിക്ക് അവന്റെ കുടുംബത്തിനോ 3 നേരത്തെ ആഹാരം തികച്ച് കഴിക്കാനുള്ള അരിയോ സാധനങ്ങളോ മേടിക്കാനുള്ള ഗതിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് നീഡാണ്. അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റിൽ നിന്നോ കൃത്യമായി അവർക്ക് കിട്ടേണ്ട പരിഗണനകൾ, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് നീഡാണ്, കിട്ടേണ്ട കാര്യങ്ങളാണ്. കൃത്യമായി അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബേസിക് നീഡാണ്. അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന്? ഇനിയിപ്പോ മന്തി കഴിക്കാൻ പാടില്ല അവര്? അതാ മന്തി കഴിച്ചൂടെ? മന്തി എന്താണ് നിന്റെ വിഷയം? എന്താണ് അൽത്താഫ നിന്റെ വിഷയം എന്താണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് മന്തി കഴിച്ചത് തെറ്റാണോ? അല്ലെങ്കിൽ അവർ മന്തി കഴിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞത് തെറ്റാണോ? നിന്റെ അടുത്തൊന്ന് ചോദിച്ചോ മന്തി വാങ്ങിച്ചു തരുമെന്ന്? നീ എന്തുവാടായിരുന്നു പറയുന്നത്? നീ പുരോഗമന ചിന്താഗതിയുടെ പീക്ക് ലെവലിൽ കയറി കൊടി പിടിച്ച് കൊടി കുത്തി നിൽക്കാമെന്നാണ് നിന്റെ വിചാരം? നീ ആരുടെ? ഇത് കൊള്ളാലോ അൽത്താഫെ. അവര് മന്തി കഴിച്ചത് തെറ്റാണെങ്കിൽ എടാ എന്തുവാടാ ഇതൊക്കെ? റിയാക്ഷനാ, ഇതൊക്കെ അസൂയ എന്ന് പറയും. ആ ഒരു സാധനത്തില് ഞാൻ ഇതിനെയൊക്കെ കണക്ട് ചെയ്യുന്നുള്ളൂ. അയ്യോ അവന്റെ ഒരു കൊണാൻഡർ റിയാക്ഷൻ, ഇതെല്ലാം ഒരു റിയാക്ഷൻ. എന്തുവാടാ ഇത്? നിനക്ക് 5ന്റെ പൈസയുടെ വിവരം ഉണ്ടാ? ഇല്ല, അത് മനസ്സിലായില്ലെന്ന് മനസ്സിലായി. ഓക്കെ, സോറി. ബാക്കി ഈ മന്തി കഴിച്ചില്ല എന്ന് പറയുന്നതും ട്രെയിനിൽ ട്രാവൽ ചെയ്തില്ല എന്ന് പറയുന്നതും സിനിമ കണ്ടില്ല എന്ന് ഒരു മനുഷ്യന്റെ ബേസിക് നീഡ് അല്ല. ആ മുതിർന്ന ആൾ, അയാൾക്ക് പ്രായപൂർത്തിയാണെന്ന് ഞാൻ കരുതുന്നത്. കൃത്യമായിട്ട് തൊഴിൽ പോയി കഴിഞ്ഞാൽ, ഒരു ദിവസം തൊഴിലുറപ്പിന് പോയി കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ ഈ വന്ന കാലത്ത് ഒരു വരുമാനം കിട്ടും. അത് വീട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടുകാർക്കും കുടുംബത്തിനും കൃത്യമായിട്ട് കഴിയാൻ പറ്റും. അതുപോലെ ഈ പറയുന്ന സിനിമയ്ക്ക് പോക്കും, മന്തി തീറ്റിയും, അതേപോലെ തന്നെ ട്രെയിനിൽ ട്രാവൽ എല്ലാം അതിലൂടെ നടക്കുന്ന ഒരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഇവർ ഇവിടെ വന്ന് നിന്നുകൊണ്ട് പാട് ദുരിതം പറഞ്ഞ്, ബുദ്ധിമുട്ട് പറഞ്ഞ്, അതിന് മറ്റുള്ളവരുടെ ഇടയിലേക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവർ അതിനെ സഹതാപമായിട്ട് മാറ്റിക്കൊണ്ടില്ലെങ്കിൽ. എടാ ബോധമില്ലാത്തവനെ, നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടോ. അവരെവിടെയെങ്കിലും വന്നിട്ട് ഞങ്ങൾ മന്തി കഴിച്ചിട്ടില്ല ഗൈസ്, ഞങ്ങൾക്ക് മന്തി വാങ്ങി തരൂ, ഞങ്ങൾ ട്രെയിനിൽ പോയിട്ടില്ല ഗൈസ്, ഞങ്ങൾ ട്രെയിനിൽ കൊണ്ടുപോകൂ, ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല ഗൈസ്, ഞങ്ങൾ ഫ്ലൈറ്റിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ദാരിദ്ര്യം പറയാം എന്തെങ്കിലും ചെയ്ത എവിടെയെങ്കിലും വന്നിരുന്നത്? നീ എന്ത് കൊണയാണ് അടിക്കുന്നത്? എടാ മസ്താനി ആ ഇന്റർവ്യൂവിൽ വന്ന സമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് മന്തി കൊണ്ടുവന്നു എന്ന് പറയുന്ന സമയത്ത് ആ പയ്യന്മാര് പറയാണ് ഞങ്ങൾ മന്തി ഇതുവരെ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇതിൽ എന്താടാ തെറ്റിരിക്കുന്നത്? നിനക്ക് ലെവലേശം ബോധം ഉണ്ട് അൽത്താഫെ? എവിടെ? അതുണ്ടെങ്കിൽ നീ ഇങ്ങനെ പറയൂലല്ലോ. അല്ല, ഇന്റർവ്യൂവിന്റെ ഭാഗം ഞാൻ ഒന്ന് കൊടുക്കാം. ബിരിയാണി കഴിക്കാം, പക്ഷെ ബിരിയാണി അല്ല, ഞങ്ങൾ മന്തിയാണ് കൊണ്ടുവന്നേക്കുന്നത്. ആദ്യമായിട്ട് ഞങ്ങൾ കഴിക്കുന്ന ആദ്യമായിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. മന്തി ആദ്യമായിട്ടാണ് കഴിക്കണേ. അതാണ് അവിടെ നടന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് മന്തി കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ കഴിക്കുന്ന സാധനമാണ് മന്തി. മന്തി ആദ്യമായിട്ടാണോ കഴിക്കുന്നതെന്ന് മസ്താനി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം മസ്താനി ചോദിക്കുന്നു ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇതുവരെ സാധിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പറയാൻ പറഞ്ഞപ്പോൾ അവര് കാഷ്വലായിട്ട് പറഞ്ഞു ട്രെയിനിൽ കയറിയിട്ടില്ല, ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല എന്നൊക്കെ. ഇതിനെ എടുത്തു വെച്ചിട്ട് കൊണയടിക്കാൻ നീ ആരുടെ? എടാ ഇന്റർവ്യൂ പോരുന്ന് കാണണ്ട. വല്ലതും അങ്ങും തുമ്മും തോളൊപ്പം ഇട്ടും കൊണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും 2 കമന്റിന്റെ നേരെ പിടിച്ചിട്ട് ആ വാക്കിനെ പോയിട്ട്, അല്ലെങ്കിൽ മറ്റേ ഒഴുക്കിനനുസരിച്ച് നീന്താതെ തിരിഞ്ഞു നീന്തിയിട്ട് ആൾക്കാരെ കയ്യടി വാങ്ങാന്നുള്ള നിന്റെ ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ അങ്ങ് മിണ്ടാട്ട് വായി പൊത്തിയിരുന്നോണം. ചുമ്മാ വന്നിരുന്ന് ഗുണയടിക്കുകയാണ്. എന്ത് വേണം അൽത്താഫേത്? അയ്യേ, ഒരു വില എവിടെയോ ഇല്ലായിരുന്നു എങ്കിലും പറയുക, ഇപ്പൊ ഒട്ടുമില്ലാതെ. ബാക്കി ഞാൻ പറയട്ടെ, പുറത്തോട്ടിറങ്ങി നിങ്ങൾ നോക്കും, ഒരുപാട് ചേച്ചിമാര് ചേട്ടന്മാര് കൈയും കാലും ഇല്ലാത്തൊരു ലോട്ടറി കച്ചവടം ചെയ്യുന്നവരുണ്ട്. അതേപോലെ തന്നെ പലമാതിരി കൂലിവല ഈ ഒരു വെയിലത്ത് കിടന്ന് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് 10 വയസ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫേമസ് ആക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തോട്ട് ചെല്ല്, അവർക്ക് വാങ്ങിച്ചു കൊടുക്ക്. വികസിതമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നമ്മൾ ബാക്കിലേക്കാണോ പോകേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മനുഷ്യൻ ഫ്ലൈറ്റിലും അതിനപ്പുറത്തേക്ക് ബഹിരാകാശത്ത്, അവിടെ ബഹിരാകാശ നിലയത്തിൽ വരെ താമസിക്കുന്ന നീ വന്ന കാലത്ത് നമ്മൾ അങ്ങോട്ടേക്കല്ലേ പിന്നെയും പോകേണ്ടത്? നമ്മൾ ഡെവലപ്പ് ആവുകയല്ലേ ചെയ്യണ്ടേ? നമ്മളിപ്പോഴും ഒതുങ്ങി കനാലിൽ മാത്രം കുത്തിയിരുന്നാൽ മാത്രം മതിയോ? അല്ലെങ്കിൽ ആ കനാലിൽ കുത്തിയിരിക്കുന്നവരെ നമ്മൾ പിന്നെ എൻകറേജ് ചെയ്ത് ബാക്കിയുള്ള നമ്മുടെ യുവ സമൂഹത്തെ
ലഹരി ഉപയോഗിക്കുന്നില്ല, ശരിയാണ്. പക്ഷേ യുവസമൂഹത്തെ പണിയെടുക്കാതെ ഈ പറയുന്ന കനാലിൽ പോയി അവിടെ കിടന്നാൽ മതി വെള്ളത്തിനകത്ത്. നീ പുരോഗമന ചിന്താഗതിയുടെ പീക്കാണല്ലോ അൽത്താഫെ. പിന്നെ പണിയെടുക്കാതെ അങ്ങ് കിടന്നാ മതിയോ? നീ എന്തുവാടെ ഭയങ്കര പുരോഗമനമൊക്കെ പേസുന്നുള്ള? നീ ആരുടെ കിങ്ങോ? നീ ഭയങ്കര കിടിലോ ആണെന്നല്ലേ നീ പറയുന്നത്? നീ പണിയെടുക്കണം അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നീ എടുക്കുന്ന പണി ഞാൻ ഒന്ന് കൊടുക്കട്ടെ. നിന്റെ പണി ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നോക്ക്, നീ ഇതാണ് എടുക്കുന്ന പണി. ഇതിനേക്കാളും എത്രയോ അന്തസ്സാണ് ആ പിള്ളേര് അവിടെ കനാലിൽ കിടന്ന് വീഡിയോ ചെയ്യുന്നത്. മനസ്സിലായ? എന്തുകൊണ്ടും അത് കണ്ടിരിക്കാൻ കൊള്ളാം. പക്ഷെ നീ ചെയ്യുന്ന ഇമാതിരി നാറിയ വീഡിയോക്കാളും ആ പിള്ളേർ ചെയ്യുന്ന വീഡിയോ 100% ക്വാളിറ്റി ഉള്ളതെന്നേ ഞാൻ പറയത്തുള്ളൂ. നിന്റെ കൊണാൻഡർ വീഡിയോ ഞാൻ ഒന്ന് കൊടുക്കാം. പിന്നെ നീ ഒരു പെങ്കുച്ചോട്ട് ഭയങ്കര ഇഷ്ടത്തില്ല. ഒരു ദിവസം നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുക. ഒരു ദിവസം പെട്ടെന്ന് അറിയുന്നോ നിന്റെ സഹോദരിയാ പണ്ടെപ്പോഴോ കളഞ്ഞു പോയതാ. നീ ആ പെണ്ണിനെ കല്യാണം കഴിക്കുവോ? കല്യാണം കഴിക്കുന്നത് ബുദ്ധിമുട്ട്. സ്വന്തം സഹോദരി, രക്തത്തിൽ പറഞ്ഞ സഹോദരി, സ്വന്തം പെങ്ങളെ കെട്ടുവോ? പെങ്ങളെ കെട്ടത്തില്ല. അന്ത് കെട്ടാത്ത നീ പ്രേമിച്ച അത്ര നാള് അറിയാതെ പ്രേമിച്ച് കെട്ടത്തില്ലല്ലോ. അറിയാതെ പ്രേമിച്ചു, പക്ഷെ പെങ്ങളായി പോയില്ലേ. പെങ്കുച്ച തേക്കൂ നീ? തേക്കത്തൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ പെങ്ങളെ എങ്ങനെ നമ്മള് കെട്ടുന്ന? നീ പെങ്ങളാന്ന് അറിയാതെ സ്നേഹിച്ചത്. നീ കാരണം ആ പെങ്കുച്ച് ഗർഭിണിയായി. നീ എന്തോ ചെയ്യും? അതിന്റെ ഗർഭിണിയാക്കി ഞാൻ ഏറ്റെടുക്കും. എടാ അത് പെങ്ങളല്ലേ ഇവിടെ സ്വന്തം. പെങ്ങളെ പിന്നെ കല്യാണം കഴിച്ച് ഒരു തെറ്റൂടെ നീ ചെയ്യണോ? ഇല്ല, തെറ്റ് ചെയ്യത്തില്ല. അപ്പൊ കല്യാണം കഴിക്കത്തില്ല. പക്ഷെ ഞാൻ ഇതിന് വയറ്റുണ്ടാക്കില്ല. പെങ്ങളല്ലേ അത്. അങ്ങനെ ഉണ്ടായി പെങ്ങളാണ് പിന്നല്ലേ അറിയുന്നേ. പിന്നല്ലേ അറിയുന്നത്. എന്തോ ചെയ്യും? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നീ എന്തോ ചെയ്യും? നീ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കല്യാണം കഴിക്കോ വേണ്ട നോക്കോ? പിന്നെ കല്യാണം കഴിക്കാതിരിക്കുന്നത് അത് പെങ്ങളായി പോയില്ലേ, കെട്ടാൻ പറ്റത്തില്ലല്ലേ. എടാ കൊച്ചിനാ നീ ഗർഭിണിയായി. ഗർഭിണിയാന്ന് പറയും. ഇതെന്ത് ചോദ്യമാണ്? അതിന് താക്കോൽ എന്റെ കയ്യിലില്ലല്ല. ഇവനെ പോലെയുള്ള നാട് കടത്താൻ ആദ്യം ചെയ്യേണ്ട. ഇവൻ വന്ന് ചോദിക്കുന്ന കൊണച്ച ചോദ്യം നിങ്ങൾ കേട്ടാ? ഒരു പയ്യനെ വിളിച്ചു നിർത്തിയിട്ട് നീ ഒരു പെണ്ണുമായിട്ട് റിലേഷനിലായി അവളെ ഗർഭിണിയാക്കിയതിനു ശേഷം നീ അറിയുകയാണ് അത് നിന്റെ പെങ്ങളാണെന്ന്. അതിനുശേഷം നീ അവളെ അക്സെപ്റ്റ് ചെയ്യൂ ഇല്ലെന്ന്. ഇതുപോലത്തെ ചോദ്യങ്ങളും ഇതുപോലത്തെ വിഷം നിറഞ്ഞ മൈൻഡ് സെറ്റും ഇവനൊക്കെ ഇന്നത്തെ തലമുറയിൽ അടിച്ചേൽപ്പിക്കുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. ഇന്നും ഇവിടെ ഒരുപാട് പീഡന കേസുകൾ നടക്കുന്നുണ്ട്. ഇന്നത്തെ ന്യൂസ് നിങ്ങൾ എടുത്തു നോക്കി നോക്ക്. 19 വയസ്സുകാർ പീഡിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ 13 വയസ്സുകാർ പീഡിപ്പിക്കപ്പെട്ടു. ഇങ്ങനത്തെ പല ന്യൂസുകളാണ് ഡെയിലി കേൾക്കുന്നത്. സഹോദരൻ സഹോദരി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പല കേസുകളാണ് നമ്മൾ ഓരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവനെ പോലുള്ളവന്മാര് ഇതുപോലത്തെ സാധനമല്ല ഇവിടെ തലമുറയുടെ ഇടയിൽ ചോദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇവൻ ചെയ്യുന്ന ഈ പരിപാടിയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അത് ആ പിള്ളേർ കനാലിൽ കിടക്കുന്നതാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. എടാ അത് ആർക്കും തൊല്ലയില്ലാതെ അവരുടെ ഇഷ്ടത്തിന് അവരുടെ ഹാപ്പിനെസ് അനുസരിച്ച് ജീവിച്ചു പോകുന്നു. നിനക്ക് എന്തിന്റെ ചൊരുക്കാണ് അവിടെ അതിന്റെ ഇടയിൽ? നീ ഈ ചോദ്യം ചോദിച്ചു വെച്ചിരിക്കുന്നില്ല. ഇത് മാത്രമല്ല, നിന്റെ ചാനൽ എടുത്ത് നോക്കി അവരാത്തിന്റെ പീക്ക് ലെവൽ ചോദ്യങ്ങളാണ് നീ ഓരോ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ച് നാറിയ പരിപാടിയാണ് കാണിച്ചു കൂട്ടുന്നത്. എടുത്തു വെച്ച് നോക്ക്. അവരെ കുറ്റം പറയാൻ പറ്റുന്നു. നീ ആദ്യം നിന്റെ ആല് വലിച്ചു ചൂരാൻ നോക്ക്, എന്നിട്ട് മതി അപ്പുറത്ത് കളയ്ക്കാൻ പോണത്. ഇനി ബാക്കി നിന്റെ മറ്റേ കൊണയുടെ കേൾക്കാം. അതിൽ ആധുനികതയുടെ ലോകത്തിലേക്ക് ഒരു പോകുന്നില്ലെന്നാണ് ഈ മന്ത് ഇന്നലെ സിനിമ ഇല്ലെന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോണിലല്ലേ ഇവർ ഷൂട്ട് ചെയ്യുന്നത്? അപ്പൊ ഈ ഫോണിലല്ലേ നെറ്റ് ചാർജ് ചെയ്യുന്നത്? ഇതൊക്കെ ആധുനികതയല്ലേ? അപ്പൊ ഇതിന്റെ കയ്യിൽ ഒരു സ്മാർട്ട് വാച്ച് കിടക്കും. സ്മാർട്ട് വാച്ച് ആണോ അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വാച്ചാണ്. അത് ആധുനികതയല്ലേ? ഇനി ഒരു ഇലക്ട്രിക് ജെട്ടിയും കൂടി ഉണ്ട്, എടുത്ത് നോക്ക്. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. എന്ത് വേണേ നീ ചുമ്മാ. അപ്പൊ ആ ആധുനികതയൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് മന്തിയിൽ വരുമ്പോഴത്തേക്കും സിനിമയിൽ വരുമ്പോഴത്തേക്കും ട്രെയിൻ യാത്രയിലേക്ക് വരുമ്പോൾ അവിടെ ആധുനികത ഇല്ല. ഇത് പക്ക മാർക്കറ്റിംഗ് ആ പിള്ളേർ ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് നമ്മുടെ ഒരു സമൂഹത്തെ ഇവരുടെ ഈ മാർക്കറ്റിംഗ് ടെക്നിക്കിലേക്ക് ദയവ് ചെയ്ത് കൊണ്ടുവരും. അവർ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ട് അവരവിടെ കിടന്നിട്ട് ഡെവലപ്പ് ആയി വരട്ടെ. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പോയിന്റ് എഴുതി കുത്തി വെച്ചോ. നിങ്ങൾ ഇപ്പൊ അവരെ പൊക്കുന്നുണ്ടല്ലോ, പുകഴ്ത്തുന്നുണ്ടല്ലോ. അവർ സാധുക്കളാണ്, പാവങ്ങളാന്ന് പറഞ്ഞാൽ അവർ പൊക്കുന്നവർ നാളെ അവർ വീട് വെക്കും, നല്ല വീട് വെക്കും, നല്ല വാഹനങ്ങൾ മേടിക്കും. ഈ പറഞ്ഞവരെല്ലാം തന്നെ അവർ അഹങ്കാരികളെന്നും അവൻ വന്ന വഴി മറന്നവരെന്നും പറഞ്ഞ് നിങ്ങൾ എല്ലാവരും അവരെ ചവിട്ടി തേക്കുന്ന ഒരു ദിവസം ഒരു ഉറപ്പാണ്. ചവിട്ടി തേക്കുന്ന ദിവസം വരുമെന്ന് നീയല്ലേ ഇപ്പൊ ചവിട്ടി തേച്ചോണ്ടിരിക്കുന്നത്? ഒരു കുറ്റവും ഇല്ലാത്തവരെ കുറ്റം കണ്ടുപിടിച്ച് കുറ്റം പറയുന്നവരും ഇതായിപ്പോയല്ലടാ നീ. വിടല ഇങ്ങനത്തെ വിടല പരിപാടിയൊന്നും കാണിക്കരുത് അൽത്താഫെ. എന്ത് വിട? ഒരു ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ നീ പെരുമാറുന്നത്. നാളെ ചവിട്ടി തേക്കുമെന്ന്. നീ നാളത്തെ കാര്യം നോക്കണ്ട, നീ ഇപ്പത്തെ കാര്യം ആദ്യം ഉണ്ടാക്ക്. നാളത്തെ കാര്യം ഉണ്ടാക്കാൻ പേരിക്കണം എന്റെ ഇടയിൽ. പിന്നെ രണ്ട് സഹോദരങ്ങൾ യാത്ര ചെയ്യുന്നവരായിരുന്നു. പാടും ദുരിതമൊക്കെ പറഞ്ഞു വന്ന് അവർ ബുദ്ധിമുട്ടിൽ നിന്ന് കയറി വന്നുള്ള വീടും കാര്യങ്ങളും ഒക്കെ വെച്ച് അവർ ഒരു ലെവലായി കഴിഞ്ഞപ്പോഴത്തേക്കും പാടെ ആക്ഷേപവും അധിക്ഷേപവും പറഞ്ഞ് അവരെ നശിപ്പിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടതാ. അതുപോലെ ഈ സുഹൃത്തുക്കളെ ദൈവം നശിപ്പിക്കരുത്. അവർ കനാലിൽ ജീവിച്ചു പോട്ടെ. അവരുടെ വഴിക്ക് വിടും. ഇളയ പയ്യൻ പഠിക്കുന്നതായിരിക്കും. അതിന് വലിയ ഫെയിം കൊടുത്തിട്ട് ആ പഠിത്തം നിർത്തി കനാലിൽ തന്നെ കിടത്തി കളയുകയും ചെയ്യരുത്. അതും എനിക്കൊരു റിക്വസ്റ്റ് ആണ്. സമൂഹം ഇത് കണ്ടല്ല പഠിക്കേണ്ടത്. നിങ്ങൾക്ക് സഹായിക്കാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തെരുവിലോട്ട് ഇറങ്ങി നോക്കും, ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരിലേക്ക് നിങ്ങൾ ക്യാമറയായിട്ട് ഇല്ല, അവരെ സഹായിക്കും. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ എന്ത് വന്നാലും ഒഴുക്കിനൊത്ത് നീന്തി അവരുടെ കൂടെ നിന്ന് അവർ കാണിക്കുന്ന ഈ പറയുന്ന സഹതാപ പബ്ലിസിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല. വൈൻഡപ്പ് ചെയ്യുന്നു. അവരെ ഇനി അങ്ങ് ചവിട്ടി തേക്കുന്നു, കനാലിൽ കടന്നാട്ട് ജീവിതം. നീ ആരുടെ നീ
പുറത്തിറങ്ങി പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന അപരാധ ചോദ്യങ്ങളെക്കാളും എന്തുകൊണ്ടും എത്ര തിരിഞ്ഞും പിരിഞ്ഞും നോക്കിയാലും ക്വാളിറ്റിയാണ് അവർ ചെയ്യുന്ന വീഡിയോസ്. കനാലിൽ കിടന്ന് വീഡിയോ ചെയ്ത് എന്താ നിനക്ക് ഇറങ്ങൂലേ? നീ മറ്റേ ആദ്യമേ ജനിച്ചപ്പോഴേ മൈക്ക് മറ്റേ ബാക്ക്ഗ്രൗണ്ട് ഇട്ടും കൊണ്ടിരുന്ന് കയറിയിരുന്ന് വീഡിയോ ചെയ്യാൻ തുടങ്ങിയ കനാലിൽ വീഡിയോ ചെയ്ത് അവന് പുച്ഛം ആരുടെ. ഇനി ഇവനിട്ട് ഈ കൊണാണ്ടർ വീഡിയോയുടെ താഴെ ആ പിള്ളേർ തന്നെ വന്നിട്ട് ഒരു കമന്റ് ഇട്ടുണ്ട്, ഞാൻ ഒന്ന് വായിക്കാം. ബ്രോ ചിന്തിച്ചത് തെറ്റായ രീതിയാണ്. ഞങ്ങൾ പറഞ്ഞത് തിയേറ്ററിൽ പോയിട്ടില്ല, കുഴിമന്തി കഴിച്ചിട്ടില്ല, ട്രെയിനിൽ കയറിയിട്ടില്ല എന്നല്ലേ? അല്ലാതെ ഇതൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു തരണമെന്നോ അല്ലെങ്കിൽ അതിനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാതിരുന്നതെന്നോ അല്ലല്ലോ. നേരത്തൊക്കെ എന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇപ്പോൾ എന്റെ കയ്യിൽ പൈസയുണ്ട്. എന്റെ ഏത് നല്ല ആഗ്രഹവും എനിക്ക് നടത്താം. എന്നോട് ചോദിച്ച ചോദ്യം എന്താണ്, അതിനുള്ള ഉത്തരമാണ് ഞങ്ങൾ അവിടെ പറഞ്ഞത്. അത്രേ ഉള്ളൂ. എന്റെ പൊന്നു ബ്രോ, നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഇവനാണെങ്കിൽ മറ്റേ ബോധം വെളവും പൊക്കണവും ഇല്ലാതെ വന്നിരുന്ന് എന്തൊക്കെ വായി തോന്നിന് വിളിച്ചു പറയുന്ന ഒരു വിടലയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവന് എന്തെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ബോധം ഇല്ലാത്തവൻ എന്തെങ്കിലും വിളിക്കുവാൻ, ഇവന് അതുപോലും ഇല്ല. അതുകൊണ്ട് എനിക്ക് അതുപോലും ഇവനെ വിളിക്കാൻ പറ്റുന്നില്ല. അവന്മാരെ വായിരിക്കുന്ന കേട്ടല്ലോട് അൽത്താഫ് എന്തിനെ കുളിപ്പുണ്ടാ, അതും ഇല്ല അല്ലേ? ശരിയാണ്, മറന്ന്. ഇനി ഇതിനൊരു റിപ്ലൈ അവൻ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കാണാം. പ്രതികരിച്ചതിൽ നന്ദി. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ കണ്ടന്റ് ആണെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. നിങ്ങളുടെ റീച്ച് കണ്ടിട്ട് ഇനി വരുന്ന തലമുറ നിങ്ങളെപ്പോലെ കനാലിൽ സമയം ചിലവഴിക്കണോ അതോ വിദ്യാഭ്യാസം നേടുകയും പറ്റാവുന്ന തൊഴിൽ ചെയ്ത് കുടുംബം പോറ്റുകയും വേണമോ? ഉത്തരം പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടെ കെണ്ടി. എടാ പോടാ, നീ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ട് ഒരു പയ്യനെ വിളിച്ചു നിർത്തിയിട്ട് നീ ഒരു പെണ്ണിനെ പ്രേമിച്ച് ആ പെണ്ണിനെ പ്രഗ്നന്റ് ആക്കിയതിനു ശേഷം നിന്റെ സഹോദരിയാണെന്ന് അറിഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഈ ചോദ്യം ചോദിച്ച നിനക്കാണാടാ ക്വാളിറ്റി ഉള്ളത്? എന്താടാ നീ ഉദ്ദേശിക്കുന്നത്? ബോധമില്ലാത്തവനെ. ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോകും. ഇതിന്റെ വീഡിയോയുടെ കമന്റ് ബോക്സിനെ നീ ലിമിറ്റഡ് ആക്കി ഇട്ട്, നിനക്കറിയാം പൂര തളകിളി ഒന്ന് തുടങ്ങിയെന്ന്. നീ എന്തായാലും ചോദിച്ചു വാങ്ങിച്ചല്ലേ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാരും വിളിക്കൂ ഗൈസ്. അയ്യോ, ഇങ്ങനെ ഒരു ഉളുപ്പില്ലാത്തവനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എടാ പോടാ, പോയി കിടന്ന് ഉറങ്ങടാ. എനിക്ക് അൽത്താഫ് ഷിമി ഷൈനിങ് ഔട്ട് അൽത്താഫ്. ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം. ഇവനൊക്കെ കാണിക്കുന്ന ഈ ബോധമില്ലായ്മ തരത്തിന്.